എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, അല്ലെങ്കിൽ മാങ്ങാക്കറി. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങാക്കറിയാണിത്. ഇതിനകത്ത് വിനാഗിരിയോ അധികം എണ്ണയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റൻ്റായിട്ട് നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിലേക്കായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മാങ്ങ ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയാണ്. അത് ഞാൻ ഇതിൻ്റെ പുറം കുറച്ച് കയ്പുള്ളൊരു തൊലിയാണ്, അതുകൊണ്ട് അതൊന്ന് മാറ്റുകയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രം മാറ്റിയാൽ മതി, ഇങ്ങനെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ട് പുളി കൂടുതലുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ പുളി കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ ഇങ്ങനെ വാഷ് ചെയ്താൽ പുളിയൊന്ന് കുറഞ്ഞു കിട്ടും. എന്നിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് തോരാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് പൊടികൾ വേണം. അത് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും സാദാ ചില്ലി പൗഡറും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് വേണം, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, പിന്നെ കുറച്ച് മുഴുവനുള്ള കായമാണ് എടുക്കുന്നത്. കായപ്പൊടി എടുത്താലും മതി, 1 ടീസ്പൂൺ. പിന്നെ ഉപ്പ് വേണം. അപ്പം നമുക്ക് ആദ്യം ഈ പൊടിയൊന്ന് ചൂടാക്കിയെടുക്കാം. സിം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഈ മുളക് പൊടി. എന്നിട്ട് മുളക് പൊടിയുടെ കൂടെ നമുക്ക് മറ്റതെല്ലാം അരച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ കായവും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. കായപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ആ മുളക് പൊടി കൂടി ഇട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചാൽ മതി. കടുക് ഒന്ന് ചതച്ചെടുക്കാം. അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതിപ്പോൾ അരകല്ലിലാണ് അരച്ച് വച്ചിരിക്കുന്നത്. മിക്സിയുടെ ജാറിലിട്ട് അരച്ചാലും മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചീനച്ചട്ടിക്ക് ഇതുപോലെ കട്ടിയുള്ള ചീനച്ചട്ടിയിൽ കുറച്ച് ഉലുവയും കടുകും കൂടി ഇട്ട് പൊട്ടിക്കാം. അതിനുശേഷം അതിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നല്ല ചുമന്ന് വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇടാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ കടുക് ഇടുമ്പോൾ കടുക് നമ്മൾ ചതച്ചിടാവും, അരച്ചെടുക്കരുത്. ഇപ്പം നമുക്ക് സൂപ്പർ മാർക്കറ്റിലെ കടുക് നമ്മൾ തോട് മാറ്റിയ കടുക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഇട്ടാലും മതി. അല്ലെങ്കിൽ നമ്മൾ കടുക് വറുക്കുന്ന കടുക് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി, ചതച്ചിട്ട് ഇട്ടാൽ മതി. അപ്പോൾ വെളുത്തുള്ളി നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ പൊടി ഉപയോഗിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഈ റെസിപ്പി എടുത്തത്. കായമൊക്കെ മുഴുവനേ ഉള്ളത് എടുത്ത് ഉപയോഗിച്ചപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നി. ഇതിനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം, ലൂസായിട്ടുള്ള മാങ്ങാക്കറി വേണമെങ്കിൽ അങ്ങനെ, തിക്കായിട്ടുള്ള വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ ഇനി നന്നായിട്ടും തിളപ്പിച്ചെടുക്കുക. കാരണം നമ്മളിത് ഏകദേശം ഒരാഴ്ചയോളം വെച്ചേക്കാനുള്ളതാണ്. വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല, ഉപ്പ് മാത്രമാണ് ഇതിൽ പ്രിസർവേറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കണം. തിളച്ച് ഒന്ന് വറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചൂടിലാണ് മാങ്ങ ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് ഇളക്കിയെടുക്കാം, അല്ലെങ്കിൽ മാങ്ങ വെന്ത് പോവും. അപ്പോൾ അതിനുശേഷം നമുക്കിത് തണുത്തൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ പാത്രത്തിൽ നല്ല ചൂടാണ്. അപ്പോൾ ഇനി ഇതിൽ തന്നെ വെച്ചിരുന്നാൽ മാങ്ങ വെന്ത് പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കട്ടി കുറഞ്ഞ പാത്രത്തിലാണ് ഇതിൽ തന്നെ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതുപോലെ വെയിലത്ത് വെച്ച് കഴുകി ഉണക്കിയ കുപ്പിയിൽ ഇത് മാറ്റി കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കാനുള്ളത് വേറെ മാറ്റി വയ്ക്കുക. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഏകദേശം ഒരാഴ്ച നമുക്ക് നല്ലതായിട്ട് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ പിക്കിളാണിത്. അപ്പോൾ ഇതുപോലെ ഫോളോ ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിനാഗിരി ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എണ്ണയും അധികം വേണ്ട, ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ കടുകൊക്കെ ചേർത്ത് ഉണ്ടാക്കുക, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് ഞാനിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള മാങ്ങ അച്ചാറാണിത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചതാണ്. എല്ലാം നല്ലതായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഫോളോ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടതിന് താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. Thank you.